പവാർ കുടുംബത്തിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ബാരാമതി ലോക്സഭാ മണ്ഡലത്തെ ഇക്കുറി ശ്രദ്ധേയമാക്കുന്നത്. പശ്ചിമ മഹാരാഷ്ട്രയിലെ കരിമ്പിന്റെ പറുദീസ ആരു പിടിക്കും എന്നത് നെടുകെ പിളർന്ന NCPയിൽ നിർണായകമാണ്. മണ്ഡല പരിചയത്തിൽ ഇന്ന് നോക്കാം പവാർ കുടുംബത്തിന്റെ കുത്തകയായ മഹാരാഷ്ട്രയിലെ ബാരാമതി. പശ്ചിമ മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറു ഭാഗത്തുള്ള പച്ചപ്പൊട്ടാണ് ബാരാമതി. പുണെ ജില്ലയുടെ പഞ്ചസാരപ്പാടം. കരിമ്പ് പാടങ്ങളും സഹകരണ സംഘങ്ങളും നിയന്ത്രിക്കുന്നതിനാൽ മധുരിച്ച് മത്തുപിടിപ്പിക്കുന്നതാണ് ബാരാമതിയുടെ രാഷ്ട്രീയവും. AD 1603 അഹമ്മദ് നഗറിലെ നിസാം ഷാ കർഹാ നദിയുടെ തീരം മറാഠ യുഗപുരുഷനായിരുന്ന ഛത്രപതി ശിവജിയുടെ രാജകുടുംബത്തിന് കൈമാറി. അങ്ങനെ മറാഠ സാമ്രാജ്യത്തിന്റെ പ്രധാന താവളങ്ങളിലൊന്നായി തീർന്നു ബാരാമതി. 400 വർഷത്തെ പഴക്കമുണ്ട് ഈ പട്ടണത്തിന്. എന്നാൽ അതിനു മുകളിൽ ആധുനിക ബാരാമതിയെ അടയാളപ്പെടുത്തുന്നത് ഒരു കുടുംബമാണ്, പവാർ പരിവാർ. ആയിരത്തി 1957 മുതൽ ആദ്യ 5 തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 77-ൽ ജനതാ പാർട്ടി പിടിച്ചെടുത്തു. 1984-ലാണ് ശരത് റാവു ഗോവിന്ദറാവു പവാർ ആദ്യമായി ബാരാമതിയെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. കോൺഗ്രസിന്റെ പിളർപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ് ടിക്കറ്റിലാണ് പവാർ വിജയിച്ചത്. 1967-ൽ 27-ാം വയസ്സിൽ തന്നെ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ബാരാമതിയുടെ മനസ്സ് വിജയിച്ചു തുടങ്ങിയ പവാറിന് എന്നും വിശ്വസ്തയായിരുന്നു ഈ മണ്ഡലം. 1991-ലും 96 മുതൽ 2004 വരെയും പവാർ തന്നെയായിരുന്നു ലോക്സഭയിൽ ബാരാമതിയുടെ പവർ. കോൺഗ്രസ് വിട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച ശേഷവും പവാറിനൊപ്പം തന്നെ നിന്നു ബാരാമതി. 2009-ൽ പവാർ ഒഴിഞ്ഞപ്പോൾ മകൾ സുപ്രിയ സുളെ ബാരാമതിക്ക് നാഥയായി. 1991 മുതൽ അനന്തരവൻ അജിത് പവാർ ബാരാമതി നിയമസഭാ മണ്ഡലത്തിലും അജയ്യനായി. NCP എന്ന പാർട്ടിയിലും പവാർ കുടുംബത്തിലുമുണ്ടായ 2023-ലെ പിളർപ്പ് കഥയെല്ലാം മാറ്റിമറിച്ചു. ശരത് പവാറിന്റെ പുതിയ പാർട്ടി NCP ശരത് റാവു പവാറിനെതിരെ യഥാർത്ഥ പാർട്ടിയും ചിഹ്നവും ലഭിച്ച അജിത് പവാർ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുമെന്നാണ് സൂചന. അതും ഭാര്യ സുനേത്ര അജിത് പവാറിനെ തന്നെ. അങ്ങനെയെങ്കിൽ സുപ്രിയയും സുനേത്രയും തമ്മിലെ പോരാട്ടത്തിനാകും വഴിയൊരുങ്ങുക. പവാർ കുടുംബത്തിലെ ആഭ്യന്തര യുദ്ധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത്തിനെ പിന്തുണച്ചെങ്കിലും ജനപിന്തുണയിൽ യഥാർത്ഥ പവാർ ആരെന്ന് തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ഇരുവിഭാഗത്തിനും ജീവന്റെ വിലയുള്ള പോരാട്ടം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.